അങ്ങനെ നീണ്ട 10 വർഷങ്ങൾ, എൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ 5.5 സെൻറ്റ് സ്ഥലവും ആലപ്പുഴ ജില്ലയും വിട്ട് വേറൊരു ജില്ലയിൽ എത്തിയേക്കുകയാണ്. എറണാകുളമാണ് കേട്ടോ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി കയറുന്ന അമ്പലപ്പുഴ വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എറണാകുളം ജംഗ്ഷനെത്തി ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് നൈറ്റി പീസ് അങ്ങനെ കുറച്ച് ഇത് ഒന്ന് സെയിൽ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് തുണി എടുക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് ബ്രോഡ്വേ ആണെന്ന് മാത്രം അറിയാം. അവിടെ എവിടെയാണ്, എങ്ങനെയാണ്, ഏതാണ് ഒന്നും അറിയത്തില്ല. അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മുഖത്ത് ആ ഒരു ഭാവങ്ങളൊന്നും കാണിക്കുന്നില്ല. നിന്റെ സന്തോഷം ഉണ്ടല്ലോ. സന്തോഷം എന്ന് പറയാ 10 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ല വിട്ട് ഞാൻ വേറൊരു ജില്ലയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാനെല്ലാം നോക്കിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഇതെങ്ങോട്ട് പോകണം, ഏതാണ് വഴി, ആരെ നോക്കണം, എങ്ങോട്ട് നോക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുക. അപ്പോഴാണ് നമുക്ക് പോകേണ്ട ഒരു ബസ് വന്നു. ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ കയറുന്നില്ല എന്ന് വെച്ചാൽ AC ബസ്സാണ്, മെട്രോ ആണ് കേട്ടോ. മെട്രോ ബസ്സാണ്. നമ്മളിങ്ങനെ TV-ലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇലക്ട്രിക് ബസ്സാണ്. പിന്നെ അവിടെ അതിൽ കൂടെ കുറെ പ്രൈവറ്റ് ബസ് പോകുന്ന കണ്ടപ്പോൾ ഓർത്താ ബെസ്റ്റ് ഇത് തന്നെ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്നു. നല്ല സീറ്റ് കണ്ടോ, നല്ല സൗകര്യം കേട്ടാ. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ ആ ബസ് നീങ്ങി തുടങ്ങി. അതുമല്ല നമ്മള് ചുറ്റിനും ഗ്ലാസ് ആണ് അല്ലേ വീണേ? AC അല്ലേ? AC ആണ്. അതല്ല, ഗ്ലാസ് കൂടെ നമുക്ക് മൊത്തം കാണാം. വെളിയിലുള്ള എല്ലാം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കേറി ഇരുന്നപ്പാ കൊള്ളാലോ എന്ന് തോന്നി. കൊള്ളാലോ കുറച്ചുകൂടെ ദൂരം പോട്ടെ അങ്ങനെ വീണ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. ബ്രോഡ്വേ എവിടാണ്, മറൈൻ ഡ്രൈവ് എവിടാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെവിടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുക. ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇതെങ്ങോട്ടാണ്. അവിടെ ഞാനും കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്തതാണ് കേട്ടോ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്ന് പോയതുപോലാണ് ഇന്നിരിക്കുന്നത്. എനിക്കറിയാമോ. ഇപ്പം മൊത്തം കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇവിടേക്ക് ഒരുപാട് കെട്ടിടങ്ങൾ വന്ന് മെട്രോ സിറ്റി ഇല്ലേ മൊത്തം. വീണ ഇതൊക്കെ വളരെ അത്ഭുതത്തോടാണ് നോക്കിയിരിക്കുന്നത് അല്ലേ വീണ? അത്ഭുതമല്ല, TV-ലൊക്കെ മറ്റൊരു ബസ് വന്നിട്ട് കൊള്ളാം. എന്തായാലും ഇത് എവിടെ പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ടോ? മഹാരാജാസ് കോളേജ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം വരും മഹാരാജാസ് കോളേജൊക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീണൊക്കെ ആഗ്രഹമായിരുന്നോ പഠിക്കണം, മഹാരാജാസിലൊക്കെ പഠിക്കണം? ഞാൻ തള്ളാറില്ല. എന്നാ ഞാൻ തള്ളി. അയ്യോ പൊന്നെ, നേരെ ചൊവ്വേ +2 വരെ പോയില്ല. വല്ലവരുടെ മരത്തിലെറിഞ്ഞ് നടന്നതാണ് മഹാരാജാസ് കോളേജ്. കണ്ടോ ഗ്രൗണ്ട് കണ്ടോ? എല്ലാരും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാം നമ്മളായിരിക്കും ഇതൊക്കെ ഇപ്പൊ കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ 1 വർഷം അല്ല 1.5 വർഷത്തോളം ജോലി ചെയ്തതാണ്. മഹാരാജ് കോളേജിലല്ല, ഇതിൻ്റെ വാതിൽക്കൂടെ എപ്പോഴും പോയിരുന്നു. രാവിലെ ഇതേ ട്രെയിൻ വന്നിറങ്ങി ആ ബിൽഡിങ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതേ ഹൈക്കോടതി കണ്ടോ വീണ കണ്ടോ? ഹൈക്കോടതി TV-ലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടോ? വീണ അങ്ങനെ ഹൈക്കോടതിയും അതും കണ്ട് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വഴിയൊക്കത്ത് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇതാ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ എന്ന് വെച്ചാ എൻ്റെ അമ്മ. ഒരു മിനിറ്റ് ഞാൻ വർക്ക് ചെയ്ത ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇവിടാണ്, ഈ ബിൽഡിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ സംസാരിച്ചോട്ടെ? ഇനി സംസാരിച്ചോളൂ. എന്ത് സ്പീഡാന്നറിയാം അവിടുത്തെ പ്രൈവറ്റ് ബസ്സൊക്കെ. നമ്മളൊന്ന് അയ്യോ ഒന്ന് വെച്ച് പോയി. 1 മിനിറ്റ്. അങ്ങനെ ഞങ്ങള് ബസ് ഇറങ്ങി കാല് കുത്തിയപ്പോൾ ഉള്ളവരായോണ്ട് മഴയും പെയ്തു. മഴയെന്ന് വെച്ചാ ഒരു പറഞ്ഞ അത് കണക്കത്തെ മഴ. ആണ്ടട മഴയെ തന്നെ നിർത്തിയിട്ട് പോയ മനുഷ്യനെ പിന്നെ കാണുന്നത് മണിക്കൂറുകൾക്ക് ശേഷം നല്ല അടിച്ചുപൊളി കളറുമായിട്ടുള്ള ഒരു കൊടയുമായിട്ട്. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ്. മറൈൻ ഡ്രൈവില് ഈ 8:30-ക്കൊക്കെ പോകുന്ന ആദ്യമായിട്ട് ഞങ്ങളായിരിക്കും. വീണ കയറുന്ന ഈ പാലം ഉണ്ടല്ലോ വീണ, ഒരുപാട് സിനിമ ചിത്രീകരണം നടന്ന പാലമാണ് ഇവിടെ. കണ്ടിട്ടുണ്ടോ സിനിമയിലും എല്ലാം? മിക്ക ചോട്ടാ മുംബൈ, CD മൂസ, ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതൊക്കെ നിൽക്കാൻ ഭാഗ്യം വേണം. കണ്ടോ? മെയിൻ സ്ഥലമാണ് നിന്നെ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. മെയിൻ സ്ഥലം അല്ല, ഇതെന്നെ ടൂർ കൊണ്ടുപോയതല്ലോ. ഞാനൊരു ബിസിനസിന്റെ തുടക്കമായിട്ട് പോയതല്ലേ. ബിസിനസ് സന്തോഷത്തിന്റെയാണ് ഞാൻ ആ കൊടയുടെ കറക്കം കണ്ടോ നിങ്ങള്? സന്തോഷം ആ മുഖത്തുണ്ട്. അങ്ങനെ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ അതൊരു വിഷമേ ഉള്ളൂ, വേറെ ഒന്നും കൂടെ അല്ല. കുഞ്ഞ് കൊണ്ടുവരാൻ
ഓരോരോ സെക്കൻഡ് അവൾ എഴുന്നേറ്റ എന്തോ 10 മണി എന്തോ ആയി. അവൾ ഓരോ സെക്കൻഡ് എന്നെ വിളിച്ചോണ്ടിരിക്കുക, എവിടാ 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 എവിടാ. അല്ല വേണേ നമുക്ക് ഈ സാധനം എല്ലാവട്ടും കുഞ്ഞിനുമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ല അത് നിങ്ങൾ വഴിയെ മനസ്സിലാകും, ലാസ്റ്റ് വരെ കാണണം ഞങ്ങൾ എന്നെ എന്തുമാത്രം. അവസാനം ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ കൊള്ളാന്നും പറഞ്ഞ ഞാൻ വന്നത്. അതെ അതെ അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ അല്ലേ നമ്മൾ ഒന്നത്തെ കാര്യം ഇതൊരു 8:30 സമയമാണ്, ഇത് ആരുമില്ല, അവരെല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. മഴയുണ്ട്. രണ്ടാമത്തെ കാര്യം മഴ, നല്ല മഴ. ഞാൻ മഴയത്താണ് ഷൂട്ട് ചെയ്യുന്നത്, ഫോണൊക്കെ നനഞ്ഞു കണ്ട. നല്ല മഴ. അപ്പോൾ പിന്നെയാണ് ഒരു കാര്യം ആലോചിച്ചത്, നമ്മൾ ഭംഗി ആസ്വദിച്ച് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ വന്ന കാര്യം നടക്കില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. കുറച്ചുകൂടെ നമുക്ക് നടന്നിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ കാണാം. അതിപ്പോ മനസ്സിലിട്ടോണ്ടിരുന്നു, ഇപ്പം വീഡിയോ കണ്ടപ്പോഴാണ് അതൊക്കെ പറയുന്നത്. എനിക്കറിയാവോ, ഞാൻ ആ പാലം കയറി ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി. എന്നെ വിളിക്കുന്നു എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഞാൻ ദേ പോവുക. ഈ വീതിയിലൊക്കെ എന്തുമാത്രം ആൾക്കാരാണെന്ന് അറിയാം. 4 മണി കഴിയുമ്പോൾ ഭയങ്കര ആളാണ്. അല്ല മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയറിലൊക്കെ ഇരിക്കാവേ. ഇവിടെയൊക്കെ ഇരിക്കുന്നതാണെന്ന് ഒത്തിരി പേരുണ്ട് കണ്ടോ. മറൈൻ ഡ്രൈവിൽ എല്ലാവരും വരുന്നത്. വീണ എന്തായാലും ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ത്രില്ലടിച്ച് കാണും. പക്ഷെ മഴയായി പോയി കേട്ടോ. അതെ അതെ, മഴ. അങ്ങനെ ഞങ്ങൾ ചായ, നമ്മളൊരു 10 മണി കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിന്റെ വിളി വന്നു. അങ്ങനെ ഒരു കടയിൽ കയറി ചായ കുടിക്കാം എന്നുള്ള ഇതില് 2 ഗ്ലാസ് വെള്ളം ആദ്യം ഒരു വെള്ളം തന്നു. നല്ല സർവീസ് ആയിരുന്നു, കൊള്ളാം. അപ്പൊ നമ്മള് അപ്പം പറഞ്ഞല്ലേ, ഒരു പ്ലേറ്റ് അപ്പം പറഞ്ഞു. അപ്പവും കടലക്കറിയും വെജിറ്റബിൾ കുറുമയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വരും, നോക്കാം. നല്ല സർവീസ് ആയിരുന്നു. അങ്ങനെ കറിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പം വന്നിട്ടുണ്ട്. ഇവിടുത്തെ അപ്പം ഇളമ്പുന്ന ചട്ടി ഉണ്ടോ നിങ്ങളത്? അതെന്താണ് അവിടുന്ന് അടുപ്പത്തുനിന്ന് കൊണ്ടുവന്നാണ് കൊണ്ടല്ലേ, ചൂട് നല്ല ഇതാ. അതുമല്ല ഈ പ്ലേറ്റ് ഒക്കെ അവര് എടുക്കുന്നത് ഇത്രയും ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടായിരുന്നു, ചൂടാക്കിയിട്ടാണ് ഈ പ്ലേറ്റ് എടുത്തത്. ഞാൻ മെഷീൻ ഇവിടെ കാണുന്നുണ്ട്, വീണയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീണയ്ക്ക് ഫോളോ വന്നു, പക്ഷെ കോളും വന്നു. ആ മെഷീൻ, ഈ മെഷീനിനകത്താണ് ഉണ്ടോ. ഇതാണ് പ്ലേറ്റ്. കാലിയാക്കി ലാസ്റ്റ് വീണ പാത്രം വടിച്ചു വെച്ചിരിക്കുന്നത് മൊത്തം, കറി ഉൾപ്പെടെ അല്ലേ. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. ഞാനും കഴിച്ചായിരുന്നു. അങ്ങനെ മുഖമൊക്കെ തുടച്ച് ഞങ്ങൾ ആ കുടയൊക്കെ നിവർത്തി. അങ്ങനെ ഇത് മൊത്തം ഹോൾസെയിൽ കടയാണ് കേട്ടോ. ഇവിടെ മൊത്തം അപ്പുറം ഇപ്പുറം എല്ലായിടും ഹോൾസെയിലാണ്. ഏറ്റവും വലിയ ഇത് കേൾക്കണം, വലിയ ബിൽഡപ്പ് ഇട്ട് ഷൂ ഒക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത്. ഏറ്റവും കൂടി ആ ഷൂ ഈ വേസ്റ്റ് കൊട്ടയിലുണ്ട ഗതിയായി. എന്നുവെച്ചാൽ ഇടുക ഊരുക, ഇടുക ഊരുക, ഇടുക ഊരുക. കടയിലൊന്നും ഷൂട്ട് കയറ്റത്തില്ല, ക്ലീൻ ആക്കി ഇട്ടേക്കും. അത് നമ്മുടെ മര്യാദ. ഫസ്റ്റ് കടയിൽ കയറി കേട്ടോ. കടയിലെ ഓണറാണ് നിൽക്കുന്നത്. അത് ഓണർ ഒരു ചേട്ടൻ, നല്ല സോഷ്യല്. അതെ അതെ, എല്ലാം നല്ല. ഞാനൊരു വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ ഓട്ടം കണ്ടോ. മുതലാളിയാണ്, കടയിലെ മുതലാളിയാണ്, ഓടിക്കളഞ്ഞു. അങ്ങനെ മുതലാളി നിൽക്കാൻ താല്പര്യം ഉണ്ടാകും, ചിലർക്ക് നിൽക്കാൻ താല്പര്യം. അങ്ങനെ വീണ നൈറ്റിയുടെ നടുവിൽ നിൽക്കുകയാണ്. നമുക്ക് എല്ലാം കൂടെ കാണുമ്പം മറ്റേ ബിന്ദു, ഈശ്വര ഞാൻ ഇതിനകത്ത് ഏതാണോ എടുക്കേണ്ടത് എന്നുള്ളൊരു തോന്നല. ഓരോന്നും എടുക്കുമ്പോൾ ഇതിനെക്കാട്ടി നല്ല അതാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്താണെന്നറിയാമോ, ഇതൊക്കെ അവരെ എന്നേക്കാൾ മുന്നേ വന്നവർക്ക് ഇട്ട് കൊടുത്താണ് ഞാനായിട്ട് വാരി ഇടിയിപ്പിച്ചത്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം അലക്കിയ തുണി മടക്കാൻ എന്ത് പാടുപെടണം. അത് കണക്ക് തന്നെ എല്ലാവരും മടക്കി വെക്കുക, എടുത്തു വെക്കും, മടക്കി വെക്കുക, എടുത്തു വെക്കും. അത് അവരുടെ ജോലിയാണെങ്കിലും രാശേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ആ കടയിൽ നിന്നപ്പോൾ അവിടെ നിന്നൊരു അമ്മയും മുളകായിട്ട് ഒരു കുപ്പി തുറക്കാൻ വേണ്ടി ഭയങ്കര പാട്, വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് പൊടിക്കുഞ്ഞിന് വേണ്ടിയിട്ട്. നീ അകത്ത് തുണി എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കി, അരമണിക്കൂർ ഞാൻ പയറ്റിയിട്ട് രക്ഷയില്ല. അപ്പോൾ അവിടുത്തെ ആ കടയിൽ ഓണർ വരുന്ന അപ്പുറത്ത് ആ വെള്ളക്കടയിൽ കൊണ്ട് കൊടുക്കും. ആ പയ്യൻ തുറന്നു തരാമെന്ന് പറയും. ആ പയ്യനും ബൈറ്റിയാണ്, ഒരു രക്ഷയില്ല, തുറക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാട്. അത് ഏറുമായിട്ട് അങ്ങോട്ട് ടൈറ്റായിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലെല്ലാം പൊട്ടിച്ചിട്ടും പറ്റുന്നില്ല. കണ്ടോ, ആകുന്ന പണി 18 നോക്കി, 18, 19 നോക്കി, ഒരു രക്ഷയുമില്ല. ഞാൻ മറ്റേ ലാസ്റ്റ് പറഞ്ഞേ ആ കുഞ്ഞ് വെള്ളം കുടിക്കാനിട്ടെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ് അതിന് കിഴുത്തയിടാൻ പറഞ്ഞു. ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കർച്ചീപ്പ് എടുത്തിട്ട് തുണി വെച്ച് ഇറങ്ങും. ഇത് ഞാനും നോക്കിയാണ്, നമ്മളിതെല്ലാം ഫൈറ്റായിട്ടാണ് കൊണ്ട് കൊടുത്തത്. ഒരു രക്ഷയില്ല. പിന്നെ നോക്കുക, ഒരു രക്ഷയില്ല. ഏറ്റവും ഞാൻ പറഞ്ഞു കിഴുത്തയിടാൻ പറഞ്ഞു. അങ്ങനെ കിഴുത്തയിട്ട് തുറക്കാൻ പറ്റത്തില്ല. അതങ്ങനെ വെച്ചിട്ട് ഗ്ലാസ് കുഴിച്ച് കുഞ്ഞ് ഞാൻ കൊടുത്തു കണ്ടോ. അത് കൊടുത്ത് ടാറ്റ പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ
ഇറങ്ങി അപ്പോഴേക്കും ഊണ് ടൈമായല്ലേ? ഊണ് ടൈം ആയോന്നല്ല, 2:30 മണി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിറ്റുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 കട കയറി കേട്ടോ. നമ്മൾ തിരക്ക് കാരണം എടുത്തില്ല. അങ്ങനെ ഇല വന്നു. ഒരു മിനിറ്റ്, ഈ കറി ഇളമ്പുന്ന ശ്രദ്ധിച്ചേ വേണേ, ചുമ്മാ കോരി അങ്ങോട്ട് ഒഴിക്കുകയാണ് കണ്ട. ഞാനോർത്ത് ചോറിനെക്കാട്ടി കൂടുതൽ കറിയാണ് കണ്ട. കറികൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇല വന്നു, കൊണ്ടാട്ടമുളക് വന്നു, തോരൻ വന്നു, തക്കാളിക്കറി വന്നു, തീയൽ വന്നു, അച്ചാറ് വന്നു. നീ ടേസ്റ്റ് ചെയ്യോ? ഞാൻ ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മുഖം നോക്കി ഒരു രക്ഷയില്ല. എന്നോട് പറയുന്നത് കണ്ട, മുഖം എന്താ വേണം അങ്ങനെ മുഖം. എനിക്ക് വെള്ള പ്ലേറ്റ് കൊണ്ട് വെച്ച്. വെള്ള പ്ലേറ്റ് എന്താണെന്നറിയാം, സ്പെഷ്യലാണ് കേട്ടോ. എന്തുവാണെന്ന് നോക്കിക്കോണേ. വെയിറ്റ് ചെയ്യാണ്, കൊള്ളത്തില്ലെന്ന് ഉള്ള കാര്യം പറഞ്ഞത്. അത് പിന്നെ ഒരേ സ്ഥലത്ത് ഒരേ ടേസ്റ്റ് അല്ലേ? ഓരോ സ്ഥലത്ത്. ഞാൻ അതുകൊണ്ടാണ് വെള്ള പ്ലേറ്റ് മേടിച്ചത്. നമ്മള് സദ്യ അങ്ങനെ ഞാൻ വെള്ള പ്ലേറ്റ് മേടിച്ചു. എനിക്ക് അത് ചിലപ്പോൾ എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമായിരിക്കും. എനിക്ക് മിക്കയിടത്തേയും ഫുഡ് പിടിക്കത്തില്ല. അതെ നമ്മളെവിടെ പോയാലും ഫുഡ് പിടിക്കുന്നത്. എന്താണെന്ന് കണ്ട എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളായിരുന്നോ? അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല. പിന്നെ ബില്ല് കണ്ടപ്പോഴാണ് എനിക്കിതിൻ്റെ കാര്യം വ്യക്തമായത്. പക്ഷേ ഞാനത് പറയാം. അപ്പോൾ എനിക്ക് സാധാരണ എല്ലാവരും ഇതിൻ്റെ കൂടെ പപ്പടം കാണും. അപ്പോൾ എനിക്ക് പപ്പടം കിട്ടില്ല. അപ്പം ഞാൻ രാജൻ്റെ പപ്പടം എടുത്തപ്പോൾ കറക്റ്റായിട്ട് ആ ചേട്ടൻ വന്നിട്ട് പറയും, എന്തിനാ പപ്പടം എടുത്തത്? ഞാൻ പപ്പടം എടുക്കാൻ പോയതാണ്. വേറെ പപ്പടം എനിക്ക് വേറെ പപ്പടം തന്നെ. എനിക്ക് വറുത്തമീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മെയിൻ സാധനം വന്നിട്ടുണ്ട്. കിളിമീനാണ് ഇത്. കിളിമീൻ എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ വില എത്രയായിരുന്നു? അത് പറയാം ഞാൻ. അപ്പോൾ അത് നമ്മളങ്ങനെ ഉണ്ട്. ക്വാണ്ടിറ്റി കുറവായിരുന്നു. നമ്മുടെ ഇവിടെ അപേക്ഷിച്ച് ക്വാണ്ടിറ്റി വളരെയധികം കുറവായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്ഥലം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ബില്ലിൻ്റെ അമ്പരപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ മീൻ വറുത്തതിന് എത്ര? മീൻ വറുത്തതിന് 100 രൂപ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ മീൻ മേടിക്കുന്ന ദിവസം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ലാഭമാക്കണ്ടേ? അവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇരുന്ന് ഞാൻ അതിങ്ങെടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ 2-3 ചാക്കുണ്ട്. ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു കടയിൽ പോലും നമുക്ക് ഓട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ 6:25 ട്രെയിൻ. ഞങ്ങളുടെ എസ്കലേറ്റർ വഴി ഓടി വലിഞ്ഞെല്ലാം കയറുമായിരുന്നു. വീണ അതിൻ്റെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടില്ല, ഇറങ്ങാൻ ബുദ്ധിമുട്ടി. കൈ ഫ്രീ അല്ല പിടിച്ചിറങ്ങാൻ. അങ്ങനെ ഒരു വിധത്തിൽ കേട്ടോ. ഞങ്ങൾ കായംകുളം പാസഞ്ചറിനാണ് വന്നത്. അതിൻ്റെ അകത്ത് നിൽക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുടയും ഉണ്ട്. അന്ന് ഇപ്പോൾ വേണ്ടി കുട വേണ്ടായിരുന്നെന്ന് ഓർത്ത് കുടയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു വിധത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ഓക്കേ. ഇനി എവിടെയെങ്കിലുമൊക്കെ തുണി എടുക്കാനോ വല്ലയിടത്തും ഒക്കെ പോകണം. അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കേ.